ഷാഫി പറമ്പിലിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിന് രഹസ്യ പിന്തുണ നൽകുന്നത് ഷാഫി എന്ന് സമ്മതിച്ച് കോൺഗ്രസ് നേതാക്കൾ. രൂക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടന് പിന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉറപ്പ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ അടിമുടി നാണക്കേടിലാഴ്ത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയും രാഹുലിന് പിന്നിലെ ശക്തിയായി പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ ശക്തമായ പടയൊരുക്കം. മാത്യു കുഴൽനാടൻ MLA പോലെയുള്ള മുതിർന്ന നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മുതിർന്ന പല നേതാക്കളെയും വെട്ടിമാറ്റി പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദശക്തിയായി മാറാനും അതുവഴി അധികാരങ്ങൾ തങ്ങളിൽ കേന്ദ്രീകരിക്കാനും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അണിയറ നീക്കങ്ങളാണ് കോൺഗ്രസിനെ ഈ വിധത്തിൽ പ്രതിസന്ധിയിലാഴ്ത്തിയതെന്നാണ് അസംതൃപ്ത കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് സമവായങ്ങളെ അട്ടിമറിക്കുകയും തങ്ങൾക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള നേതാക്കളെ ബോധപൂർവം ഒതുക്കുകയുമാണ് ഷാഫിയും കൂട്ടരും ചെയ്തതെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് കോൺഗ്രസിൽ ആഭ്യന്തര കലാപങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളെ നേരിട്ട് ഒതുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഷാഫി പറമ്പിൽ KC വേണുഗോപാൽ വഴി ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന ആക്ഷേപമാണ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി ന്യൂനപക്ഷ വർഗീയ കേന്ദ്രങ്ങളെ വൈകാരികമായി ഷാഫി ഉപയോഗിച്ചുവെന്ന ആരോപണവും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട്. തന്റെ അജണ്ടകൾ നടപ്പാക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി ഒപ്പം ചേർത്ത് നിർത്തി. വളഞ്ഞ വഴിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഈ വിധത്തിൽ ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ പോലും ഷാഫി തള്ളിക്കളഞ്ഞുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് JS അഖിലിനെ കൊണ്ടുവരണമെന്ന് രോഗക്കിടക്കയിൽ വെച്ചാണ് ഉമ്മൻചാണ്ടി ഷാഫിയോട് ആവശ്യപ്പെട്ടത്. ഷാഫി അത് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, രാഹുലിന് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലാണ് വ്യാജ പട്ടിക നിർമ്മിച്ചുവെന്ന ആരോപണം യൂത്ത് കോൺഗ്രസുകാർ തന്നെ രാഹുലിനെതിരെ ഉയർത്തിയത്. കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനാ ഭാരവാഹിയും പ്രസാധകയുമായ MA ഷഹനാസും തനിക്ക് നേരെ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മഹിളാ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന പരാതി തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഷഹനാസ് ഷാഫി പറമ്പിലിന് നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ ആ പരാതിയും ഒതുക്കി തീർത്ത് രാഹുലിനെ സംരക്ഷിക്കുകയാണ് അന്നും ഷാഫി ചെയ്തതെന്നും ഷഹനാസ് പറയുന്നു. ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് രാഹുൽ തനിക്ക് മോശം സന്ദേശം അയച്ചതെന്നാണ് ഇവരുടെ പരാതി. ഇപ്പോൾ രാഹുലിനെതിരെ നടപടികൾ ശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ കൂടി വിശദമാക്കി ഷഹനാസ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച നേതാക്കളെയെല്ലാം ഒതുക്കി മാറ്റി സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും റീൽസ് രാഷ്ട്രീയവുമായി ഷാഫിയുടെ നേതൃത്വത്തിൽ യുവനിര രംഗത്ത് വന്നപ്പോൾ അതുവഴി കോൺഗ്രസിന് പുതുമുഖം നൽകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെയാണ്. അതെല്ലാം അട്ടിമറിക്കപ്പെട്ട കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ പൊട്ടിത്തെറിക്കാൻ ഇടയായ സാഹചര്യവും ഇതുതന്നെയാണ്. മിനി മോഹൻ എന്ന കോൺഗ്രസ് പ്രവർത്തക ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടെഴുതിയ കുറിപ്പ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഷാഫിക്കെതിരെ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പതനത്തിനും അതുവഴി കോൺഗ്രസിനുണ്ടായ മുറിപ്പാടിനും ഷാഫി അടക്കമുള്ള നേതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട്. ഈ വിധത്തിൽ രാഹുലിനെ അതിവേഗം വളർത്തിയവർക്ക് ഈ അവസ്ഥയിൽ വലിയ പങ്കാണുള്ളത്. തെറ്റ് ചെയ്തുവെന്ന് ബോധ്യമായിട്ടും അത് തിരുത്താതെ സംരക്ഷിക്കാനാണ് ചില നേതാക്കൾ ശ്രമിച്ചതെന്നും അതിന്റെ പ്രത്യാഘാതമാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഫേസ്ബുക്കിൽ തുറന്നടിച്ചിട്ടുണ്ട്. പാർട്ടിയേക്കാൾ മീഡിയ സ്വീകാര്യതയ്ക്ക് വേണ്ടി നാടകം കളിക്കുന്നവരെ ഇനിയെങ്കിലും പൂർണ്ണമായി തള്ളിക്കളയണമെന്നും നിശിത ഭാഷയിലാണ് കുറിപ്പിൽ വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആന്തരിക ശുദ്ധീകലശം ഇപ്പോൾ അനിവാര്യമാണ്. ശബ്ദമേറിയ സെലിബ്രിറ്റികളല്ല, ഉത്തരവാദിത്വമുള്ള പ്രവർത്തകരാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തിയെന്ന് നേതാക്കൾ മറക്കരുതെന്ന ശക്തമായ താക്കീതും ഫേസ്ബുക്ക് കുറിപ്പ് വഴി മാത്യു കുഴൽനാടൻ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുപക്ഷത്തെ വേണ്ട വിധത്തിൽ കടന്നാക്രമിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ്. ഈ സാഹചര്യം സൃഷ്ടിച്ചതിൽ മാങ്കൂട്ടത്തിലിനും ഷാഫിക്കും വലിയ പങ്കാണുള്ളതെന്നാണ് അവരുടെ വിലയിരുത്തൽ. മാത്യു കുഴൽനാടന്റെ പൊട്ടിത്തെറിക്ക് ആധാരവും ഇതുതന്നെ. കുഴൽനാടന് പിന്നിൽ കോൺഗ്രസിലെ വലിയ വിഭാഗം നേതാക്കൾ ഉണ്ടെന്നത് വ്യക്തം. ഈ അസംതൃപ്തി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.